ഇന്ന് രാവിലെ പുട്ടായിരുന്നോ? ബാലൻസ് ഇരിപ്പുണ്ടോ? എങ്കിലത് കളയണ്ട കേട്ടോ. ഒരു 2 മുട്ടയും കൂടെ ഉണ്ടെങ്കിൽ പുളി ഒരു ഐറ്റം ഉണ്ടായി. പുട്ടെന്ന് കേൾക്കുമ്പോഴേ ഓടിക്കളയുന്ന ചില ആൾക്കാരുണ്ട്. അവരും ഒന്ന് നിന്നോളൂ കേട്ടോ. അടിപൊളിയാണ്. നിങ്ങൾക്ക് വരെ ഇഷ്ടാവും. എനിക്ക് ഉറപ്പുണ്ടേ. എന്നാൽ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് ഒന്ന് ചൂടാക്കി അതിലേക്ക് ഒരു സവാള കുനുകുനെ അരിഞ്ഞങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടേ അതിലേക്ക് ഒരു 4 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൊണ്ട് ഇട്ട് കൊടുത്ത് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഒരു തക്കാളി അതും ചേർത്ത് കൊടുക്കാം. അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്തോളൂ കേട്ടോ. ഇനി അതൊന്ന് വാടി വരുമ്പോഴേക്കേ അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്തോളൂ. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്തോളൂ. ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാലയിലും മതി. പക്ഷേങ്കിൽ ചിക്കൻ മസാല നല്ല പൊളിയാട്ടോ ഇതിന്. അതിൻ്റെ പൊടികളുടെ പച്ചമണം മാറി വരുമ്പോഴേക്കും അതങ്ങോട്ട് സൈഡിലോട്ട് ഒതുക്കിയിട്ടേ 2 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇനി അതൊന്ന് ചെറുതായിട്ട് വെന്ത് വരുമ്പോഴേക്കും ഒന്ന് ചിക്കി ആ മസാലയുടെ കൂടെ ചിക്കി ഒന്ന് ഇളക്കി എടുക്കാം. ഒന്ന് ഇളക്കി എടുത്തിട്ട് ഇനി നമ്മുടെ പുട്ടങ്ങോട്ട് ചേർത്ത് കൊടുക്കാടോ. അതിന് മുന്നേ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഉപ്പൊക്കെ ഈ മസാലയ്ക്ക് വേണ്ടി മാത്രം മതി. പുട്ട് നമ്മൾ ഉപ്പിട്ടാണല്ലോ വേവിച്ചത്. അപ്പോൾ വീണ്ടും ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മുടെ പുട്ടൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഒന്നങ്ങോട്ട് ഇളക്കിക്കോളൂ. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തോളൂ. അങ്ങനെ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയേ പുട്ട് ബാക്കി വരില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഇനി പുട്ടുണ്ടാക്കും, അത് ഉറപ്പാട്ടോ. അപ്പൊ ട്രൈ ആക്കി നോക്കടോ.